അങ്ങനെ എല്ലാവരും കാത്തിരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. പുതിയ കലണ്ടറിൽ 2 ഘട്ടങ്ങളായിട്ട് PSC ഈ എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. LDC കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന കുറച്ച് അത്യാവശ്യം ഒരു 100-200 റേഞ്ചിൽ ഓരോ ജില്ലയിലും വാക്കൻസീസ് വരുന്ന ഒരു എക്സാമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ഇത് 2 ദിവസങ്ങളിലായിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. ഓഗസ്റ്റ് 2-ന് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലെ എക്സാം നടത്തും. ഓഗസ്റ്റ് 9-ന് കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെയും എക്സാം നടത്താൻ വേണ്ടിയിട്ടാണ് PSC തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രിലിംസ് ഇല്ല, ഡയറക്റ്റായിട്ട് മെയിൻസ് ആണ്. കഴിഞ്ഞ LDC പോലെ തന്നെ ഡയറക്റ്റായിട്ട് ഒറ്റ മെയിൻസ് എക്സാം മാത്രമേ ഉള്ളൂ. അതിൻ്റെ സിലബസ് നമ്മുടെ LDയുടെ സിലബസ് ഒക്കെ പോലെ തന്നെയാണ്, ആ സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ ഓഗസ്റ്റ് 2-നും ഓഗസ്റ്റ് 9-നുമായിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. 2021-ലാണ് കഴിഞ്ഞ തവണത്തെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം നടന്നത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ നിലവിൽ വന്നത് 2023-ലാണ്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2026 വരെയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് അതിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കൊക്കെ പബ്ലിഷ് ചെയ്യും. വലിയ ജില്ലകളിലൊക്കെ ഏകദേശം 500-നോടടുത്ത് മെയിനും സപ്ലിയും കൂടി ചേർത്തിട്ട് അത്ര വലിയൊരു റാങ്ക് ലിസ്റ്റാണ് PSC കഴിഞ്ഞ തവണ ഇട്ടത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു എക്സാമാണ്. SCRTക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ സിലബസ് ബേസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.